പാലക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയ യുവതിയെ പാമ്പ് കടിച്ച സംഭവം നിസ്സാരവൽക്കരിച്ച് സ്ഥല എംഎൽഎ കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മഴക്കാലത്ത് പാമ്പുകൾ കയറുന്നത് സ്വാഭാവികമാണ്. ആശുപത്രിക്ക് പുറത്താണ് പാമ്പിനെ കണ്ടെത്തിയത് എന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. നമുക്കത് വൃത്തിയാക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്യാം. ഇപ്പോൾ ഈ മഴക്കാലത്ത് പാമ്പ് നമ്മുടെ ഒക്കെ വീട്ടുകളിൽ വന്ന് കയറുമല്ലോ. മഴയത്ത് ചൂടുള്ള സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ ചൂലിലുള്ള വന്നത് അതൊരു സ്വാഭാവികമായ ഒരു ഇതാണ്. അത് പക്ഷേ വൃത്തിയാക്കാനുള്ളതുണ്ട്. അത് വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഉണ്ടായി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഒക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ ഉണ്ടാവില്ല, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വൃത്തിയാക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാം. മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റി അത് ചെയ്യും. ആശുപത്രിയുടെ ഉള്ളിലല്ല, പുറത്തല്ലേ കണ്ടത്. തന്നെയാണ്, അല്ല എന്നൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവില്ലേ. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലത്തെ എംഎൽഎ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് സ്വാഭാവികമാണ്, മഴയെത്തിയതൊക്കെ സ്വാഭാവികമാണല്ലോ, നമ്മുടെ വീട്ടിലുമൊക്കെ പാമ്പുകൾ ഈ സമയങ്ങളിലൊക്കെ വരാറുണ്ടല്ലോ, ഇത് ആശുപത്രിക്ക് അകത്തല്ല പുറത്താണ്, അതുകൊണ്ട് അവിടെ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്നൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് മന്ത്രി ഇതിനോട് പ്രതികരിച്ചത്, അല്ലേ അരുൺ ആലത്തൂർ? വിനോദ, തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി കൃഷ്ണൻകുട്ടി വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. അതായത് സാധാരണ മഴക്കാലമായി കഴിഞ്ഞാൽ പാമ്പും മറ്റുമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇത്തരത്തിൽ കയറാറുണ്ടല്ലോ ചൂട് തേടിയിട്ട്. അതേപോലെ കയറിയതാണ്, ചൂലിൽ വന്ന് കയറി നിന്നതാണ്, അതും ആശുപത്രിക്ക് അകത്തല്ലല്ലോ പുറത്തല്ലേ എന്ന തരത്തിലാണ് മന്ത്രി പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ആശുപത്രിക്ക് പുറത്തല്ല, ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിന്റെ ഭാഗമായിട്ടുള്ള വെച്ചിരുന്ന ചൂലിലാണ് ഈ പാമ്പ് വന്ന് നിന്നതും യുവതി പാമ്പ് എടുത്തപ്പോൾ അവർക്ക് കടിയേറ്റതും. പക്ഷെ വിഷം ഉള്ളിൽ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ആരോഗ്യ വകുപ്പിന്റെയും മറ്റുമൊക്കെ പ്രാഥമിക നിഗമനം എന്നുള്ളതാണ്. പക്ഷെ അത് 24 മണിക്കൂർ അവരെ നിരീക്ഷണത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണം പൂർത്തിയാവുന്ന മുറയ്ക്ക് മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ സ്ഥലം എംഎൽഎ കൂടിയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി. മാത്രമല്ല, മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന്റെ തൊട്ട് സമീപത്താണ് ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയിൽ പുതിയ കെട്ടിടവും മറ്റുമൊക്കെ അപ്പുറത്ത് നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ആ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞ് പഴയ കെട്ടിടത്തെയും ആശുപത്രിയിലെ നിലവിലെ പ്രവർത്തനത്തെയും യാതൊരു തരത്തിലും ഗൗനിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വന്ന രോഗികളൊക്കെ ആണെങ്കിൽ വലിയ പരാതിയായി പറയുന്നുണ്ട്. ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ കൃത്യമായി നടന്നില്ല, ഈ ആശുപത്രിയുടെ ഭാഗത്ത് നടന്നില്ല. ആശുപത്രി അധികൃതർക്ക് ഈ ആശുപത്രിയിലെ അപര്യാപ്തതകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അതോടൊപ്പം തന്നെ ഈ ശുചീകരണം കൃത്യമായി നടക്കാത്തത് സംബന്ധിച്ചൊക്കെ നിരവധി പരാതികൾ നിരവധി തവണ നൽകിയിട്ടുണ്ട്. എലിയും അതുപോലെ തന്നെ പെരിച്ചാഴിയും ഒക്കെ പലയിടത്തും കാണുന്നു, നേരത്തെയും പാമ്പുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ പരാതിയായി നൽകിയിട്ടും അതിലൊന്നും കാര്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ സംഭവം വളരെ ഗൗരവതരമാണ്. സംസ്ഥാനത്തെ ഒരു ആശുപത്രിയിലേക്ക് കുഞ്ഞിന് ഡെങ്കിപ്പനി ബാധിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി ഒരു യുവതി പോകുന്നു. പക്ഷെ ആ യുവതിക്ക് ആ ആശുപത്രിയിൽ വെച്ച് തന്റെ കുഞ്ഞിന് ചികിത്സ നൽകുന്നതിനിടയ്ക്ക് ആശുപത്രിക്കകത്ത് വെച്ച് പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് സംഭവത്തിൽ ഏതായാലും ബന്ധപ്പെട്ട അധികൃതർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DMO ഉൾപ്പെടെ ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ളതായിരുന്നു സൂപ്രണ്ടിനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ചിറ്റൂർ തത്തമംഗലം CPM ഭരിക്കുന്ന ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തുകയുണ്ടായി. പാമ്പ് കടി ഏറ്റിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. തീർച്ചയായും പാലക്കാട് സർക്കാർ ആശുപത്രിയിലാണ് കുഞ്ഞുമായി എത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. സ്വാഭാവികമാണ്, മഴക്കാലത്ത് ഇത്തരത്തിൽ പാമ്പുകൾ വരുന്നത് സ്വാഭാവികം എന്നാണ് സ്ഥല MLA കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.